നമ്മുടെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കച്ചറ കാണിച്ചാൽ നമ്മളെന്താണ്, നമ്മൾ ദേഷ്യപ്പെടുകയാണ് ചെയ്യുക, നമ്മൾ വയലൻ്റ് ആവുകയാണ് ചെയ്യുക. സത്യത്തിൽ നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും വേണ്ടാവൃത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ശരിക്കും സങ്കടമല്ലേ ഉണ്ടാവണം. ഓ, എൻ്റെ മോൻ അങ്ങനെ ചെയ്തല്ലോ എന്ന്. നമ്മൾ മറ്റൊരാളോട് നമ്മുടെ കുട്ടിയുടെ പരാക്രമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കണ്ണിൽ വെള്ളം വരികയാണ് ചെയ്യുക. അവിടുത്തെ യഥാർത്ഥ വികാരം, മോൻ നീ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്ത വേദനയുണ്ടോ എന്നാണ്. ആ വേദന നമ്മുടെ കണ്ണുകളിൽ കാണുമ്പോഴേ അവൻ മാറും. നമ്മൾ ദേഷ്യപ്പെടുന്നത് കൊണ്ടും അക്രമാസക്തമാകുന്നത് കൊണ്ടും അവൻ മാറില്ല. എല്ലായിടത്തും അങ്ങനെയാണ്. യഥാർത്ഥ വികാരങ്ങളെ പ്രകടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ എല്ലാവരും സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു സദസ്സിൽ നമ്മളിങ്ങനെ മുഖം വീർപ്പിച്ചിരുന്നാൽ, അതിൽ വിഷാദമായിരുന്നാൽ എല്ലാവരും എന്താ ചോദിക്കുക, ഇന്ന് നിങ്ങൾക്കൊരു വിഷമം എന്നാണ് ചോദിക്കുക. അവിടെ നമ്മളെന്താണ്, അവിടെ നമ്മൾ ഒരു സന്തോഷത്തിൻ്റെ സന്ദർഭത്തിൽ നമ്മൾ അവിടെ ഒരു ഭാഗമായി ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ വികാരം സന്തോഷത്തിൻ്റെ വികാരമാണ്. അവിടെ സന്തോഷത്തിൻ്റെ ഒരു വികാരം പ്രകടിപ്പിക്കേണ്ടിടത്ത് നമ്മൾ സന്തോഷത്തിൻ്റെ വികാരം പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് അവിടെ ഒരു അപരിചിതത്വം സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണല്ലോ. ഇതേപോലെ തന്നെ എന്താണ്, നമുക്ക് നമ്മുടെ ഇപ്പോൾ ഭാര്യയോ ഭർത്താവൊക്കെ ആണെങ്കിലും അവർക്ക് എന്തെങ്കിലും തകരാറ് കാണുമ്പോൾ നമ്മൾ അവരെ ഉപദേശിക്കുന്നു. എന്തുകൊണ്ടാണത്? അവരുടെ ഇഷ്ടം കൊണ്ടാണ്, ഗുണകാംക്ഷ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ സ്നേഹത്തെയാണ് പ്രകടിപ്പിക്കേണ്ടത്. സ്നേഹത്തെ പ്രകടിപ്പിക്കാതിരിക്കുമ്പോൾ നമ്മളവിടെ പകരം വരുന്നത് ഒരു വെറുപ്പാണ്. അപ്പോൾ നമ്മൾ സ്നേഹപൂർവ്വം പറയുന്ന ഒരു കാര്യം ഒരു വെറുപ്പ് സൃഷ്ടിക്കാൻ ഉപകരിക്കുമ്പോൾ അവിടെ യഥാർത്ഥ വികാരം പ്രവർത്തിക്കുന്നില്ല എന്നതാണ് വസ്തുത. നമ്മുടെ എല്ലാ ഇടപെടലുകളിലും എല്ലാ ബന്ധങ്ങളിലും യഥാർത്ഥത്തിൽ നമ്മൾ ഇത് പരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ഭർത്താവ് എന്നോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷേ അത് അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ അറിയില്ല. എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, അത് എന്നോട് പ്രകടിപ്പിക്കാൻ അറിയില്ല. അത് പ്രകടിപ്പിക്കാൻ അറിയണം. സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ അറിയണം. അതാണ് ഞാൻ പറഞ്ഞത്, യഥാർത്ഥമായ വികാരങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം, അത് അതേപോലെയൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയണം. ഭർത്താവിനോട് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അയാളോട് വെറും ഇഷ്ടമില്ലാത്ത പോലെ തന്നെ മാത്രം പെരുമാറുക. ഭാര്യയോട് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഒരിക്കലും ഇഷ്ടമില്ലെന്ന് തോന്നാവുന്ന വാക്കുകളും പ്രവൃത്തികളും മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. നമ്മളെല്ലാവരും നമ്മുടെ യഥാർത്ഥമായ വികാരം, യഥാർത്ഥമായ ഇമോഷൻ എന്താണോ അത് പ്രകടിപ്പിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി.